എന്നെ ചതിച്ചതിന് നിങ്ങൾക്കും കിട്ടിയില്ലേ മതിയായ കൂലി? ക്ഷമിക്കും മോളെ, നീ അമ്മായിയോട് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാൻ ആ മില്ലിലെ ഒരു സാധാരണ സ്റ്റാഫാണെന്ന് അറിഞ്ഞാൽ ഏട്ടൻ തകർന്നു പോകും. അതുകൊണ്ട് അതൊന്നും ഇപ്പം വേണ്ട. എത്ര നാളിങ്ങനെ അറിയിക്കാതെ വെക്കും ശേരേട്ട. പോകുന്നവരെ പോട്ടെ. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടായത്? ആ പെണ്ണ് വന്ന് കയറിയ അന്ന് മുതലേ ഈ വീട് നശിക്കാൻ തുടങ്ങിയതാ. പെണ്ണിന് എന്തിനെ കുറ്റം പറയുന്നത് ശേരേട്ട? മൊത്തം കൈവശപ്പെടുത്താനുള്ള ആർത്തിയല്ലേ ആ അമ്പയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച്? അവരോടുള്ള അതിരി കവിഞ്ഞ കൂടപ്പറപ്പ് സ്നേഹമാ ഏട്ടൻ ഈ നിലയെ കൊണ്ട് എത്തിച്ചത്. അതിലൊക്കെ ഉപരി രാജുവിന്റെ കുടുംബത്തിന്റെ ശാപം. ശേഖര, ഏട്ടൻ കേട്ടുകയാണോ? ഉണ്ടാവില്ല. ഏട്ടൻ മയക്കത്തിലാണെന്നാണ് ഞാൻ കരുതിയത്. മയക്കവും ഉറക്കമൊക്കെ എന്നോട് പിണങ്ങി നടക്കുക ശേര. ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ നാളുകളായി. കാലം എന്നോട് കണക്ക് ചോദിക്കാണോ ശേര? അങ്ങനെ കണക്ക് പറയിപ്പിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ഏട്ടൻ ചെയ്തിട്ടില്ലല്ലോ. മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ശേര. ഏട്ടൻ ഈ പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കാതെ സമാധാനായിട്ടിരിക്കെ. മില്ലിലെ വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ, നന്നായി പോകുന്നു. നീ ഇന്ന് പോകുന്നില്ലേ? വൈകുന്നേരം പോവും. ശരി. എനിക്ക് 6:30 ഷിഫ്റ്റാണെന്നും ഞാൻ അവിടുത്തെ പണിക്കാരനാണെന്നും ഏട്ടൻ അറിയില്ലല്ലോ. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഓ, ദീപു, ബെഗേഴ്സ് ആണെന്ന് തോന്നുന്നു. ഡോണ്ട് എൻകറേജ് പ്രൊഫഷണൽ ബെഗേഴ്സ്. 1 രൂപ കൊടുത്തു പോരുത്. എന്താ ഇവിടെ? ഈ വീട്ടിൽ ഭിക്ഷ കൊടുക്കുന്ന പതിവൊന്നുമില്ല. നിങ്ങൾ പോയേ. പിച്ചക്കാരെ കാണുന്നതിന് ഞങ്ങൾക്ക് അലർജിയാ. വേഗം പോയട്ടെ ഇവിടുന്ന്. അയ്യോ, ഞങ്ങള് പിച്ചക്കാരൊന്നും അല്ല, വർമ്മ സാറിനെ കാണാൻ വന്നതാ. വർമ്മ സാറിനെ കാണാനോ? എന്തിനാ അങ്ങനെ കണ്ടിട്ട്? സാറ് പഠിക്കാൻ മാർഗമില്ലാത്ത കുട്ടികൾക്ക് പഠനത്തിന് സഹായം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. മോളെ, ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ പോയി വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നേനെ. ഇതാ പിടിക്ക്. എന്റെ ഭർത്താവ് മരിച്ചുപോയി. അതിന് ഞാനെന്ത് വേണം? എന്റെ മോള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. മോളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറിനെ കണ്ട് ഒരു സഹായം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ബെസ്റ്റ്. പിച്ചക്കാരെക്കാളും കഷ്ടമായിട്ടെ അങ്ങനെ അകത്തിരിപ്പുണ്ട്. സഹായം ചോദിച്ചു വന്ന സ്ഥലം കൊള്ളാം. സ്ത്രീയെ വർമ്മസാർ ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ മന്ത്രിയോ അല്ല, മണ്ണാങ്കട്ടയോ അല്ല. ഒരു പ്രയോജനവും ഇല്ല. ദേ ഇവളെ കണ്ടോ? ഇവളുടെ ഇപ്പോഴത്തെ കോലം കണ്ടോ? തൊഴിലുറപ്പിന് പോകുന്ന പോലെ ഒരു കമ്പനിയിൽ തയ്ക്കാൻ പോവാ. പഠിക്കാൻ പോവാണെന്നൊരു നുണയും. ഇവരുടെ ആരുടെ അടുത്തും ഒരു 10 രൂപ തികച്ചെടുക്കാൻ കാണില്ല. സഹായം ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. കാരണം ഞാൻ അനന്തപിള്ളയുടെ മോളാ. വർമ്മ ഗ്രൂപ്പ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. നിലവിൽ അതൊന്നും ഇല്ല. എല്ലാത്തിന്റെ മുകളില് ഈ ഞാൻ മാത്രമാ. മനസ്സിലായോ? പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെ കണ്ടാ എനിക്ക് ദേഷ്യ. ജീവിക്കണമെങ്കിൽ വല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ? അല്ലാതെ കണ്ട വീടുകളിൽ പോയി തെണ്ടി ജീവിക്കരുത്.
മകളെ പഠിപ്പിക്കാൻ കാശില്ലെങ്കിലേ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. അതിനും പറ്റിയില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും വിടണം. മനസ്സിലായോ? ദീപു വരൂ. അതെ, അവര് പറയുന്നൊന്നും കേട്ട് വിഷമിക്കണ്ട. ചില മനുഷ്യര് അങ്ങനെയാണെന്ന് കരുതിയ മതി. അച്ഛൻ മെഡിസിൻ കഴിച്ച് റെസ്റ്റ് എടുക്കുക. ഞാൻ അച്ഛനോട് പറയാം. 2 ദിവസത്തിനകം നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. നന്ദി മോളെ, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങ് തന്നേക്ക്, ഞാൻ വിളിക്കാം. പറയൂ. ശരി മോളെ. വീട്ടിൽ വരുന്നവരോട് നിങ്ങളുടെ മരുമോളുടെ പെരുമാറ്റം കണ്ടില്ലേ? മതിയായില്ലേ നിങ്ങൾക്ക്? എന്നെ ചതിച്ചതിന് നിങ്ങൾക്കും കിട്ടിയില്ലേ മതിയായ കൂലി? ക്ഷമിക്കും മോളെ, നീ അമ്മായിയോട് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. മോളെ, മോൾക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോ 1,000 രൂപ തരുമോ? ക്ലബിലെ പുഷ്പകലയുടെ കടം വീട്ടാനാ. എനിക്ക് വല്ലയിടത്തും ജോലിക്ക് പോവാൻ പറ്റുമോ മോളെ? ഞാനേ മുൻ മന്ത്രി പ്രതാപവർമ്മയുടെ ചേച്ചിയല്ലേ. സമൂഹത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയല്ലേ. ഇവിടെ ഞാൻ കിച്ചണിൽ യാമിനിയെ സഹായിക്കുന്നുണ്ട്. വിഷമിക്കാതെ. എന്നോട് ചെയ്ത പല തെറ്റും എനിക്ക് മറക്കാൻ പറ്റും. എന്തൊക്കെയായാലും നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയില്ലേ. രൂപ ഞാൻ തരാം. സാലറി കിട്ടട്ടെ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പാവങ്ങൾക്കൊരു ഉപകാരം ചെയ്യാനല്ലേ. അതിനുള്ള വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. അവര് പ്രതീക്ഷയോടെ പോയിരിക്കുന്ന, പ്രതീക്ഷ കൊടുത്ത ഞാൻ വിട്ടിരിക്കുന്ന. വരുമെന്നേ, വഴികൾ വരും. ദൈവം ഒരു വാതിൽ തുറന്നു തരും.